അപ്പോൾ ഹായ് ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാട്ടോ. ഉച്ച കഴിഞ്ഞ് 2:30 മണി സമയമാണ്. നല്ല മഴയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇപ്പം മഴയ്ക്ക് അല്പം കുറവ് കിട്ടിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകുകയെന്ന് ചോദിച്ചാൽ ഒരു 1/4 മണിക്കൂറൊരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. അപ്പോൾ ഈ പോകുന്ന ഭാഗങ്ങൾ കാരണം കുന്നും മലയും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉള്ള വഴികളിൽ കൂടിയാണ് ഈ പോകുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ യാത്ര എങ്കിൽ പോലും. അപ്പോൾ അത്രയും ഭാഗങ്ങൾ ഞങ്ങളുടെ ഇടുക്കിയിൽ കൂടിയുള്ള ഈ യാത്ര, മലനിരകളും ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയും ഇവിടുത്തെ കൃഷികളും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. നമ്മുടെ പ്രേക്ഷകരെ, നമ്മുടെ ചാനൽ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്തവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുമായ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്യുന്ന ഒരു വ്ളോഗാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വ്ളോഗ് 5-10 മിനിറ്റ് കൂടുതൽ കാണുകയില്ല കേട്ടോ. അപ്പോൾ എത്ര വരുമെന്ന് എനിക്കറിയില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ സമയം പറഞ്ഞതേ ഉള്ളൂ. എത്ര സമയം പിടിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഇതാണ് ഒന്നാമത്തെ എന്നാ വെച്ചാൽ പേര് ചാപ്പ സിറ്റി. ഈ സിറ്റിയുടെ പേര് ചാപ്പ സിറ്റി എന്നാണ്. പക്ഷേ ഇവിടെ ആദ്യം സിറ്റി ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ജംഗ്ഷനാണ്. അവിടെ എഴുതി വെച്ചേക്കുവാണ്. ഇത് കണ്ടോ, താഴോട്ടുള്ള റോഡ് കണ്ടോ? ആ താഴോട്ടുള്ള റോഡ് നമ്മളതിലാണ് പോകുന്നത്. ഞാൻ വിചാരിച്ച് മുകളിലേക്കാണ് പോകുന്നതെന്ന്. കാറ്റുപാറ, ഈ റോഡിൽ പോയാൽ കാറ്റുപാറ വിമാനം കാണാം കേട്ടോ. നമ്മൾ 2 പ്രാവശ്യം പോയി 2 പ്രാവശ്യം വിമാനത്തിൻ്റെ വീഡിയോ എടുത്ത് ഷോർട്സായിട്ടും പിന്നെ ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ അധികം ആൾക്കാരത് കാണുകയും ചെയ്തതാണ്. ഇപ്പം മുകളിലേക്ക് പോകണം. ആ വഴിയാണ് കാറ്റുപാറയിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മളിപ്പോൾ പോകാൻ തീരുമാനിച്ച വഴി. ഈ സ്ഥലത്തിൻ്റെ പേര് പൊതുവായിട്ട് പറയുമ്പോൾ വിമലഗിരി എന്ന് പറയും അല്ലേ? വിമലഗിരി ഭാഗം കേട്ടോ. ഈ വിമലഗിരി പള്ളിയുടെ താഴെ വരുമ്പം 4-5 ജംഗ്ഷനും കവലകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു വഴിയെ നിന്നാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുറച്ച് ദൂരം ഒന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ വേറെ ഒരു ആവശ്യവും കൂടി ഉണ്ട് അവിടം വരെ പോകുന്നത്. അതുകൊണ്ടാണ് ഈ മഴയത്ത് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഒരു വ്ളോഗ് എടുക്കുക, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അത് കാണാൻ വേണ്ടി. കാരണം ഇടുക്കിയിൽ കൂടിയുള്ള, ഇടുക്കിയിൽ ഇച്ചിരി 1/2 മണിക്കൂറത്തെ യാത്രയുടെ സ്ഥലമല്ല ഉള്ളത്. ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഹൈ റേഞ്ചാണ്, പക്ക ഹൈ റേഞ്ച്. പക്ഷേ ഇവിടെ നന്നായിട്ട് കൃഷി ചെയ്യുവാനും കൃഷി നന്നായിട്ടുണ്ടാകുന്ന എല്ലാ കൂട്ടം കൃഷികളും, ഒരു കൃഷിയല്ല എല്ലാ കൂട്ടം, ഏലം, പിന്നെ അതുപോലെ ജാതി, കാപ്പി, തേയില, എല്ലാ കൂട്ടവും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സമ്മിശ്രമായ കാലാവസ്ഥയാണ്. അത്യാവശ്യം മഴയുണ്ട്, അത്യാവശ്യം വെയിലുമുണ്ട്, ആവശ്യത്തിന് മഞ്ഞും ഉള്ള കാലാവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാ തരം കാലാവസ്ഥയുണ്ട്. എല്ലാ കൃഷികൾക്കും ഉണ്ട്. റബ്ബറും നിൽക്കുന്നത്, റബ്ബറും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക കൃഷിയൊക്കെ അല്ലേ കാണുകയുള്ളൂ. റബ്ബർ ഇപ്പം മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പോയാൽ അത് മുണ്ടക്കയം ആ ഭാഗം മൊത്തം കാഞ്ഞിരപ്പള്ളി റബ്ബറിൻ്റെ ഒരു മേഖലയാണ്. അതുപോലെ തന്നെ കുട്ടിക്കാനത്താണെങ്കിൽ കുട്ടിക്കാനം, പീരുമേട്, ഏലപ്പാറ ആ ഭാഗത്താണെങ്കിൽ തേയില മാത്രം. കുമളി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ തേയിലയുണ്ട്, ഏലത്തോട്ടമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഭാഗത്ത് എല്ലാ കൂട്ടം കൃഷികളുമുള്ള സ്ഥലങ്ങളാണ്, ഒരു ഐറ്റം മാത്രമല്ല. അപ്പോൾ നമ്മുടെ ഈ നാടും കുറച്ച് പ്രദേശങ്ങളും ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാണ്ടല്ലോ നല്ല മലയൊരെണ്ണമുണ്ട്. ആ മലയിൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒന്ന് മെയിനായിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്ന ആ കാര്യം നടത്തി തിരിച്ചു പോരാം. താഴെക്കല്ലേ ഇതിലാണോ? ഇതുണ്ടോ, നല്ല ജാതി നിൽക്കുന്നുണ്ട്. ജാതി കൃഷികളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ജാതി കണ്ടോ. ഇത്രയോ വർഷം, നല്ല വർഷം പഴക്കമുള്ളത്. ജാതിക്ക് പറ്റിയ കാലാവസ്ഥയാണ് ഇവിടെ. അന്ന് ഞങ്ങൾ ഒരിക്കൽ ഇവിടം വരെ വന്നു, നല്ല വേനക്ക്, മാർച്ച് മാസമാണെന്ന് തോന്നുന്നു. അതെ, മാർച്ച് മാസത്തിൽ ഈ ഭാഗത്ത് വന്നപ്പോൾ ഈ റോഡ് കംപ്ലീറ്റ് പോയി കിടന്നിട്ട് വണ്ടി ഒരു തരത്തിലും മുകളിലേക്ക് കയറി പോവുകയാണ്. അത് കാരണം വീണ്ടും ഞങ്ങൾ ഇവിടം വരെ വന്ന് ഇവിടം വരെ വന്നു അല്ലേ? ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോയി. അപ്പം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഈ പാറ കാണിക്കാനാട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ യാത്രയുടെ ഒരു അത്യാവശ്യ കാര്യങ്ങളും നടക്കും. ഈ ഒരു വ്ളോഗ് പിടിച്ച് നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് കാണിക്കുകയും ചെയ്യാം. കണ്ട, ഒരു കുരിശൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതിൽ കുരിശ കാണാവോ? കാരണം കാർമേഘം നന്നായിട്ടുള്ളത് കൊണ്ട് കാണാവുന്നൊരു സംശയം. കണ്ടോ, മലയും പാറയും. ഈ വഴിക്ക് സത്യം പറഞ്ഞാൽ ഈ വഴിക്ക് ഞാൻ ആദ്യമായിട്ട് വരുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരമുള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഈ വഴിക്ക് വന്നിട്ടില്ല.
ഇവിടെ നിന്ന് നിർത്തിയാൽ നമുക്ക് അക്കരയിട്ട് ഒന്ന് നോക്കാം. ഇവിടെ നിർത്താം. ഇവിടെ അവിടെയും ഉണ്ട് കുരിശ്. അവിടം വരെ കൊണ്ടുപോയാൽ മതി കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. ഞാൻ ജനിച്ച് വളർന്ന നാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭീകരതയായിട്ടാണ് തോന്നുന്നത്. നമുക്കിവിടെ നിന്ന് ഇറങ്ങി നിന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതെ, ഞങ്ങളിവിടെ ഒന്ന് നിർത്തി കേട്ടോ. വണ്ടി നിർത്തി ഇവിടെ ഒന്ന് ഇറങ്ങി നിന്നെല്ലാവരും ഒന്ന് ഈ സ്ഥലം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. മലകൾ കാണണമെങ്കിൽ കാണാം. നമ്മുടെ നാട്ടിൽ അങ്ങ് അകലെയുള്ള മലകളാട്ടോ അതേ കാണുന്നില്ല. ഓരോ മലകളുമാണ്. ഒരു മലയ്ക്ക് കുറേ നീളമുണ്ട് കേട്ടോ. അതിൻ്റെ അടിവാരത്താണ് ആൾക്കാരെല്ലാം താമസിക്കുന്നതും. ഇപ്പോൾ റോഡ്, കടകൾ, കെട്ടിടങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലായിടും കാണിച്ചു തരാം കേട്ടോ. നല്ല മഴക്കാറാണ്. നല്ല മഴക്കാറുമുണ്ട്, നല്ല മഞ്ഞുമുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ചുളിചുളാന്നുള്ള കാറ്റാണ്. നല്ല കാറ്റൊക്കെ ഉള്ള ഒരു പ്രത്യേക സൈസ് പിന്നെ കാലാവസ്ഥയും അന്തരീക്ഷമൊക്കെ ഇവിടെ കേട്ടോ. ഇത് കണ്ടോ, കാണുന്നുണ്ടോ ഇത് പ്രദേശങ്ങൾ. അങ്ങകലെ വരെ കാണാൻ കേട്ടോ. നല്ല ദൂരമുണ്ട് അവിടെയൊക്കെ. ഇതിൻ്റെ പേര്, ഈ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. തിരിച്ച് വിളിച്ചത് അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? അഭിപ്രായം പറയണം കേട്ടോ. കണ്ടേച്ച് ഇതുണ്ടോ വിമലേരിപ്പള്ളി. വിമലേരിപ്പള്ളിയിൽ നിന്ന് കുരിശുമല കയറാൻ വരുന്നേ താഴെയുള്ളൊരു പള്ളിയുണ്ടല്ലോ. അപ്പം കുരിശുമല കയറാൻ വരുമ്പം ഇങ്ങനെ ഈ 14 സ്ഥലത്തും ഇങ്ങനെ കുരിശുണ്ടാവും. 1-ാം സ്ഥലം, 2-ാം സ്ഥലം, 3-ാം സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുരിശാണ് ഇത്. ഇത് എത്രയോ 13-ാം സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ. ഇത് ഇപ്പോൾ ഒന്നും രൂപങ്ങളൊന്നും ഇല്ലല്ലോ. ഉണ്ടോ 14-ാം സ്ഥലം എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. നല്ല ഭംഗിയല്ലേ നോക്കി കൂട്ടുകാരെ. ഞങ്ങളുടെ നാട് നല്ല ശേലല്ലേ. ഹൈ റേഞ്ച് ആണെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു മല. അതിൻ്റെ അടിവശം കണ്ടോ, അങ്ങ് താഴെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിലെ വലിയ തോടും പോകുന്നുണ്ട്. കപ്പ ഇടാൻ വേണ്ടി ആൾക്കാർ പാറപ്പുറത്ത് കയ്യാല വെച്ച് മണ്ണും കോരിയിട്ട്, ഇത് തൊഴിലുറപ്പിൽ പണിതാന്ന് എനിക്ക് തോന്നുന്നു. തൊഴിലുറപ്പിൻ്റെ കയ്യാലപ്പണിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ആ കയ്യാല കണ്ടിട്ട്. അപ്പോൾ അതിനകത്തേക്ക് ഓരോ വർഷവും മണ്ണുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ കപ്പ, ചേന, ഇഞ്ചി, കാച്ചിൽ, ചേമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടാൻ പറ്റും. കാരണം 6 മാസം കൊണ്ട് വിളവെടുക്കുന്ന സാധനങ്ങളൊക്കെ നടാം. അത് കഴിഞ്ഞാൽ പിന്നെ പാറപ്പുറം ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോവും കേട്ടോ. അത് കഴിഞ്ഞ് നിൽക്കേണ്ട കൃഷികളൊന്നും അവിടെ നിൽക്കില്ല, ഉണങ്ങിപ്പോവും. അപ്പം അങ്ങനെയുള്ള വണ്ടി എടുത്തുകൊണ്ട് വരുവാ കേട്ടോ മോൻ. ഈ പോയേക്കാം. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇറങ്ങി നിന്ന് വീഡിയോ പിടിച്ചിട്ട് മഴ വരും, ഭയങ്കര കാറ്റും മഴയും വരും, തണുപ്പ് വരും, മഞ്ഞ് ഒഴിയും എന്നൊക്കെ പറഞ്ഞു കയറി പോകാമെന്ന് പറഞ്ഞൊക്കെ അവൻ നിർബന്ധിക്കുന്നു, ശല്യം ചെയ്യുന്നു. എന്നാലും ഞാൻ ഇച്ചിരി നേരം ഒന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണേ. അപ്പോൾ ഇത്ര ഭാഗമൊക്കെ കണ്ടില്ലേ എല്ലാവരും? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് എഴുതണം കേട്ടോ. ഇനി കുറച്ച് ദൂരം വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കാം കേട്ടോ. വണ്ടിയിലിരുന്ന് പിടിക്കുന്നതൊക്കെ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഈ പാറപ്പുറത്ത് കയറി കഴിഞ്ഞ് ഇത്രയും നിരപ്പ്. ആണോ? ഓ, അന്നൊക്കെ ആണെങ്കിൽ ഒട്ടും വഴിയില്ല, റോഡും ഇല്ല, ഒന്നുമില്ലായിരുന്നു. അവിടെ ഇരിപ്പുണ്ടോ? ഷൂ അതിനെ കണ്ടില്ല. തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിനൊന്ന് കാണണം. എനിക്ക് തോന്നുന്നു ഇതുണ്ട് കമ്പി പാറപ്പുറത്ത് നാട്ടിയേക്കുന്ന ഈ വേലി പോലെ എന്തോ കെട്ടാനാ കേട്ടോ. അങ്ങനെയുള്ള എന്തോ സെറ്റപ്പ് ആക്കാനാണ്. ഇവിടം വരെയാണോ വരുന്നേ? അവിടെ 13-ാം സ്ഥലം എന്നാണ് കണ്ടത്. അപ്പോൾ ഇത് 14-ാം സ്ഥലം.
14 സ്ഥലത്താണ് തീരുന്നത് കുരിശുമല കയറുമ്പം. ദുഃഖ വെള്ളിയാഴ്ച കുരിശുമല കയറുന്ന കേട്ടോ. ദുഃഖ വെള്ളിയാഴ്ച ദിവസം കുരിശുമല കയറുന്ന സ്ഥലമാണ് ഇത്. കണ്ടോ യേശുവിൻ്റെ പടം, യേശുവിൻ്റെ രൂപമൊക്കെ എവിടെയുണ്ട്, മാതാവിൻ്റെ രൂപമുണ്ട്, കുരിശുണ്ട്. ഇനി ഞാൻ ഇറങ്ങി നിന്നിട്ട് കാണിക്കാം കേട്ടോ. ഇതെവിടെയല്ലേ ന്യൂ മൗണ്ട്, ഇതേ ആ പാറ, അവിടെ ഒരു കുരിശ് കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറയിൽ ആ കുരിശ് കാണുന്നില്ല, പക്ഷേ അല്ലാതെ നോക്കുമ്പോൾ കുരിശ് കാണും. അതാണ് ന്യൂ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലം. ആ പാറയുടെ മുകളിൽ ആൾക്കാർ താമസിക്കുന്നില്ലേ, അവിടെ എല്ലാം ആൾ താമസം ഉള്ളതാട്ടോ. അത്ര മലമുകളിലാണെങ്കിലും ഇതേ ആ മലമുകളിൽ നിന്ന് എന്ത് താഴെ നോക്കില്ലേ ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ. അവിടെ ബസ് പോകുന്ന റോഡും ഉണ്ട്. കട്ടപ്പനയ്ക്കാണോ? തങ്കമണി കട്ടപ്പന അല്ലേ? തങ്കമണിക്ക് പോകുന്നു. നീലവൈല് ബസ്സൊന്നും പോവില്ല ഇല്ലേ? പക്ഷെ പണ്ട് ഒരു ബസ് ഒറ്റയ്ക്കൊരു ബസ് കണ്ടുണ്ട്, ഒരു KSRTC ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ 14 സ്ഥലം കുരിശുമല കയറി വരുന്ന സ്ഥലമാണ്. ഇവിടെ മാതാവിൻ്റെ രൂപമുണ്ട്. പിന്നെ അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ അത് അങ്ങേ മല, ഇത് ഇങ്ങേ മല. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ മലയ്ക്ക് ഇച്ചിരി പൊക്കം കുറവാട്ടോ. ഇതിൻ്റെ പിന്നെ ഈ പുറത്തോടെയാണ് ആ റോഡ് പോയേക്കുന്നത്. ഇങ്ങേ സൈഡും കുത്തനെ ഗവിയാണ്. ഗവി എന്ന് വേണമെങ്കിൽ പറയാം. കൊക്ക, ഗവി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അതുപോലെ അങ്ങേ സൈഡ് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ വന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം വന്നു കേട്ടോ. ഇവിടെ എല്ലാം ഈ നമ്മൾ ഈ മലയുടെ മുതുകിൽ കൂടിയുള്ള റോഡിൽ കൂടിയാണ് വന്നത്. 2 സൈഡും ഇങ്ങനെ ഭയങ്കര മല, വെള്ളച്ചാട്ടം, മഴ നനഞ്ഞ് നല്ല മഴയാണ്. ഇപ്പോൾ മഴക്കാലമല്ലേ, അതുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ഫോണിനകത്ത് അത്രയ്ക്കൊക്കെ ക്ലാരിറ്റി കുറവായതുകൊണ്ട് അത്രയ്ക്കങ്ങ് കിട്ടുകയില്ല കേട്ടോ. ഇതുണ്ടോ അവിടെയൊക്കെ നന്നായിട്ട് മഞ്ഞ് കട്ട പിടിച്ച് നിൽക്കുന്നു. കുറേ ഭാഗം കിടക്കുന്നു. അതേ വെയിലില്ലാത്തതുകൊണ്ടാണ്. ഇത് കണ്ടോ അന്തരീക്ഷം കണ്ടോ. ഇതിലതേ കുട്ടിലോറിയൊക്കെ പോകുന്നുണ്ട്, ചെറിയ ടിപ്പർ. അതിനകത്ത് കല്ലും ഇതൊക്കെ പാറമടയിലെ കല്ലും മണ്ണും ഒക്കെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. റോഡിലിട്ടും ഈ ചെളിക്കുഴിയിലെല്ലാം ഇട്ട് നികത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. അടിപൊളി മഞ്ഞും മലയും കണ്ടോ. ഭയങ്കര മലയാണ്, ഭയങ്കര ഹൈറ്റിലുള്ള മലയാണ്. ആൾ താമസമൊന്നുമില്ല, എങ്കിലും അവിടെ കൃഷികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. തെങ്ങ്, കമുക്, റബ്ബർ ഒക്കെ കാണുന്നുണ്ട്. അത് കുത്തനെ താഴോട്ടൊന്ന് നോക്കിക്കേ. വീടൊക്കെ അടിവശത്ത് കട്ടിങ് സൈഡായതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. കോടമഞ്ഞെന്ന് പറയും, കോടയെന്നും പറയും, മഞ്ഞെന്നും പറയും. അത് രണ്ടും ചേർത്ത് കോടമഞ്ഞെന്നും പറയും. ഇരുട്ടായി, റബ്ബർ തോട്ടമായി. നേരത്തെ ഒരു മൂകത. അത് അമ്പലമാണെന്ന് തോന്നുന്നല്ലോ. ഇതാണോ പാട്ടിപ്പാറ അമ്പലം? അവിടെ ഒരു അമ്പലവും കാണുന്നുണ്ട് കേട്ടോ. അമ്പലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ ഈ വഴി ആദ്യം വരുവാണേ. ആണല്ലേ? പക്ഷെ ഈ വഴി അങ്ങ് ചെല്ലുന്ന എനിക്ക് തോന്നുന്നു ഇരുകൂട്ടിയിലേക്കായിരിക്കുന്നു. അതല്ലേ? ഇതിലെയാ കയറി പോകുന്നതെന്ന് തോന്നുന്നു. അതെ, ശിവന്റെ അമ്പലം. ശിവനും പാർവതി ഇരിക്കുന്നു. അയ്യോ, കണ്ടോ ഈ അമ്പലത്തിലെ ശിവനും പാർവതിയാണ്. കണ്ടോ കാണിക്കവഞ്ചിയുടെ അവിടെ ഇരിക്കുന്ന പടം ശിവൻ്റെയും പാർവതിയുടെയാണ്. ഞങ്ങളിവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ അമ്പലത്തിനകത്തും കയറിയില്ല. ഇത്ര വലിയൊരു അമ്പലം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തുമില്ലായിരുന്നു അല്ലേ? സ്ഥലം പാണ്ടിപ്പാറയ്ക്ക് ഇരുകൂട്ടിക്ക് ഇടയ്ക്ക് ആയിരിക്കും. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അറിയണമെന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോകുക കേട്ടോ. ഇതിനിടയിൽ ഞങ്ങൾക്ക് നടത്തേണ്ട കാര്യങ്ങളും ഞങ്ങൾ പോയി നടത്തി. കാണേണ്ടവർ കാണുകയും ചെയ്തു. ഒരു വീട്ടിലും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതിനാണ് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം ഈ കാണുന്ന പ്രദേശം മുഴുവനും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു.
ഇങ്ങോട്ട് കയറുവാണ്. ആരെങ്കിലും കണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു. അമ്പലത്തിൻ്റെ പുറകുവശമാണ് ഇത്. ഈ സമയത്ത് ഇപ്പം 3 മണി സമയത്ത് എന്തായാലും ഇവിടെ ആരും ഉണ്ടാവില്ല. നിത്യപൂജയാണ്, എന്തായാലും കാണില്ല. ശിവൻ്റെ അമ്പലമായിട്ട് മിക്കവാറും ഞായറാഴ്ച ദിവസം മാത്രമായിരിക്കും കാണുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറകോശമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. അകത്തേക്ക് കയറാൻ പറ്റില്ല, അടച്ചിട്ടേക്കുവാണേ. അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി ഇങ്ങോട്ട് പോകുന്നപ്പോൾ അങ്ങേ സൈഡൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇനിയിപ്പം തിരിച്ചു പോകുമ്പോൾ ഇടത്തെ സൈഡും കൂടെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് പോകാം. അപ്പം മലകളും കുന്നുകളും തണുപ്പ് കാലാവസ്ഥയും മഞ്ഞും എല്ലാം കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തരണം കേട്ടോ. നമ്മുടെ ഈ ട്രാവൽ വ്ളോഗ് 1 മണിക്കൂർ സമയത്ത് 1 മണിക്കൂർ സമയം ഞങ്ങളത് 10-20 മിനിറ്റാക്കി ചുരുക്കി ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. കാണത്തില്ലെങ്കിൽ ഇത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ ഫോണിൽ കോട ഇറങ്ങി തുടങ്ങി. കോടയല്ല വെച്ചാൽ അത് കൊച്ചു മഴയാണ് തോന്നണം. മഴയാണ്, മഞ്ഞ് അങ്ങനെയല്ല വരുന്നത്, അത് പൊടിമഴ പെയ്യുന്നതാണ്. അങ്ങ് ദൂരേക്ക് കുറേ മലകൾ കാണുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഫോണിലേക്ക് ക്ലാരിറ്റി കിട്ടില്ല കേട്ടോ. എത്ര മലകളാണെന്നറിയാമോ ആ കാണുന്നത്? എല്ലാം മഞ്ഞിനകത്ത് മൂടി മഴകൾ. മഴ പെയ്ത് കണ്ടോ, നല്ല മഴ പെയ്ത് വരുവാണേ. ഗ്ലാസ്സിലെപ്പടി വെള്ളമായതുകൊണ്ടും കൃത്യമായിട്ട് കിട്ടുന്നില്ല ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ ആ മലം പ്രദേശത്ത് നിന്ന് ഇറങ്ങി പോന്നു കേട്ടോ. ഇറങ്ങി ഇത് ബോളയിൽ. അപ്പം നമ്മൾ ഇറങ്ങി മലയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ യഥാർത്ഥ സ്ഥലത്ത് വന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ ചെറിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ.